ഞാൻ പണ്ട് പറയുമായിരുന്നു, നീ ഒരാളെങ്കിലും നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ, ദൈവമായിട്ട് ബന്ധമുള്ള ഉണ്ടെങ്കിൽ ദൈവം ആ വീടിനെ കളയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്. ഇപ്പോൾ ഒരു നിങ്ങൾ 4 പേരുണ്ട്, അത് 3 പേരും പൊക്കാണെന്ന് വിചാരിച്ചോ, ഒരാളവിടെ ഉണ്ട്. ആ ഒരാളെ പ്രതി ദൈവം ആ വീട് കളയത്തില്ല. ഇപ്പം എൻ്റെ വൈഫിൻ്റെ കാശവും കളഞ്ഞ്, വൈഫിൻ്റെ ജോലിയും പോയി, അവിടെ വീടെല്ലാം കൂപ്പ് കുത്തുകയാണ് ഇപ്പോൾ ജെയ്സൻ്റെ. അപ്പോൾ ജെയ്സൻ്റെ വീട് കൂപ്പ് കുത്തിയപ്പോൾ ജെയ്സൻ്റെ ശ്രദ്ധയിൽപ്പെട്ടി സംഭവം, എല്ലാം കൈവിട്ട് പോകണമല്ല എന്ന് വിചാരിച്ച്. അപ്പോഴും ഒരാൾ കറങ്ങിത്തിരിഞ്ഞ് ഇയാളെ വീട്ടിൽ വരും. അമ്മ അങ്ങനെ ആളെ സെൻഡ് ചെയ്യും, അമ്മ ഒരാളെ സെൻഡ് ചെയ്യും. അപ്പോഴേ ജെയ്സൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജെയ്സൺ പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര വലിച്ചിലാ, എൻ്റെ വൈഫിൻ്റെ ജോലിയെല്ലാം റിജക്റ്റായി, പിന്നെ എൻ്റെ ജോലിയും ശരിയാകണില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടും കിട്ടണില്ല, കടയൊക്കെ വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞേ, കൃപാസനത്തിൽ പോയായിരുന്നു, ഉടമ്പടി എടുത്തായിരുന്നു. ആരെടുത്ത്? വൈഫാണ് എടുത്തിരിക്കണത്. അപ്പോൾ ഈ ആ കൂട്ടുകാരൻ പറയവേ, ഏയ് നീയല്ലേ എടുക്കേണ്ടതല്ലേ, വൈഫല്ലല്ല എടുക്കേണ്ടത്. തെറ്റിപ്പോയി, എടുത്തപ്പോൾ തെറ്റിപ്പോയി. ജെയ്സൺ ഈ സമയത്ത് സ്കൂട്ടായതാണ്. വൈഫിൻ്റെ പെടലേക്ക് വെച്ചിട്ട് അവൾ ഉപവസിക്കണ്ട, ഞാനിങ്ങനെ തോന്നിയ ദിവസം തെറിയും പറഞ്ഞ് നടക്കുന്ന ആളല്ലേ. അതുകൊണ്ട് വൈഫിനെ കൊണ്ട് എടുപ്പിച്ച്, പക്ഷേ ഉടമ്പടി ഇവിടെ അക്സെപ്റ്റ് ആയിട്ടില്ല. കാശുരൂപം കാണാതെ പോയി. കാര്യം എന്താ, ഈ ഉടായ്പ് ജെയ്സൻ്റെ കയ്യിൽ ഈ ഉടായ്പിരിപ്പുണ്ട്. എന്താ കാര്യം, വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളിക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. ഇത് നടക്കത്തില്ല, ഈ സംഭവം നടക്കത്തില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ അപ്പനെയും അമ്മനെയും കൊണ്ട്, നിങ്ങളുടെ കാര്യത്തിന് അപ്പനെയും അമ്മനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാര്യം ദൈവം സത്യസന്ധമായിട്ട് നിൽക്കുന്ന കാരണം നിങ്ങളുടെ കള്ളക്കളികളെല്ലാം ദൈവത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് അത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കാശുരൂപൊക്കെ ഇരിപ്പുണ്ടാവും, പക്ഷെ ഉടമ്പടി കളഞ്ഞു പോയി കാണും. എന്താ കാര്യം, ദൈവത്തിനറിയാം ഇത് നിങ്ങളുടെ വിഷയമല്ല, യഥാർത്ഥ പ്രതി വേറെയാണ്. ഇപ്പം പോലീസുകാർ കൊലപാതകമൊക്കെ നടന്നു കഴിയുമ്പോൾ പാർട്ടിക്കാരൊക്കെ വേറെ പ്രതികളെ കൊടുക്കുമല്ല. ഇപ്പോൾ ഉണ്ടാകുന്നറിയത്തില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, സത്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ആൾക്കാർ തണുത്ത്, കുത്തിക്കൊന്നവനെ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ തണുത്ത്. ആ പിടിച്ചവനാരാണ്? അവനിതോട്ടൊരു ബന്ധമില്ല, അവൻ സ്ഥിരമായിട്ട് പിടികൊടുക്കുന്ന ആളാണ്. പക്ഷെ പത്രത്തെ പേര് വരും, അത് വരുമ്പോൾ പ്രതിയെ പിടിച്ചു. പക്ഷേ ഇത് പോലീസിലും നാട്ടിലൊക്കെ നടക്കും, പക്ഷെ ദൈവത്തിനും നടക്കത്തില്ല. പ്രതി ആരാണ്? ജെയ്സനാണ്. പിടിച്ചിരിക്കുന്ന ആരാണ്? ഭാര്യയാണ് പിടിച്ചിരിക്കുന്നത്. അത് കേൾക്കത്തില്ല, സംഭവം ചെയ്തില്ല, അത് റിജക്റ്റായി. കാശുരൂപം പോയി, മൊത്തം സാധനം ഉടമ്പടി വെച്ച സാധനം മൊത്തം തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴേ കൂട്ടുകാരൻ പക്ഷെ പറഞ്ഞപ്പോൾ ദൈവം ഇവരെ കൈവിടാഞ്ഞത് കൊണ്ട്, ദൈവം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട്, കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ തന്നെ ജെയ്സന് പെട്ടെന്ന് കത്തി. ശരിയാണല്ല, നിൻ്റെ കയ്യിലല്ലേ ഉടായിപ്പിരിക്കണത്. പക്ഷെ അയാളെ ബേസിക്കായിട്ട് നല്ല മനുഷ്യനാണ്, അതുകൊണ്ടല്ല അയാൾ പിന്നീട് ഉടമ്പടി വിജയിക്കണത്. അയാൾ മോശംകാരനല്ല. ഈ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ ചമ്മലിൽ ചെന്ന് ചാറണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഒരു ഫ്രീ മൂവിങ്ങിന് വേണ്ടി ചെയ്തതാണ്. ഫ്രീ മൂവിങ്ങിന് വേണ്ടി എന്ത് ചെയ്ത്? ദൈവത്തെ ഒഴിവാക്കി. അതും ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായിട്ട് കരുതിയതാണ്. ജീസൻ പറയുന്നുണ്ട്, എൻ്റെ വളർച്ച എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ ധരിച്ചത് കൊണ്ടാണെന്ന്. നല്ല ഷെഫല്ലേ പുള്ളി. അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകാം, നിങ്ങൾ ചിലപ്പോഴേ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകാം, നല്ല ബുദ്ധി ഉണ്ടാകാം. നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ ഇത്രയും നല്ല നിങ്ങളുടെ മാർക്കെല്ലാം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകാം. പക്ഷെ ദൈവത്തിന് നിങ്ങളുടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാത്തെങ്കിൽ നിങ്ങളിങ്ങനെ ഇതിൻ്റെ പുറകെ പോയി വല്ല ശാസ്ത്രജ്ഞ വല്ലതൊക്കെ ആയിട്ട് കുറച്ചുമ്പോൾ ചത്തുപോകാൻ പറയും. ദൈവം പക്ഷെ നിങ്ങളിൽ ദൈവത്തിന് ആകർഷണമായ എന്തെങ്കിലും കണ്ടൻറ്റ് വൈസ് നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അത് ക്രിസ്തു നിങ്ങളെ കൈമോശം സൂക്ഷിക്കും. ക്രിസ്തു ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ദൈവത്തിന് റിസ്ക് ഇല്ല അക്കാര്യത്തിൽ. എവിടെയെങ്കിലും പോയി തൊല്ലണമെന്ന് പറയും, നോ പ്രോബ്ലം.
ക്രിസ്തുവിനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനാലിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവളാണ് ഞാനെന്ന രീതിയിൽ ക്രിസ്തുവിനോടൊരു വിശ്വാസവും ഒരു സ്നേഹവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വാക്കിന് അനുപേക്ഷണമായിട്ട് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അതിനെ ഉദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലുമായിട്ട് ഞാൻ ദൈവത്തേക്ക് തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു മാനസിക അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ള ആൾക്കാരാണ്. ക്രിസ്തുവുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം ആരെങ്കിലും നിശ്ചയിക്കും. അങ്ങനെയാണ് ഈ കൂട്ടുകാരൻ ജെയ്സൻ്റെ വീട്ടിൽ വരണത്. ഇപ്പോൾ ജെയ്സൺ പറയും, ശരി നിങ്ങളെ പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി, എന്നാൽ ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്സൺ വൈഫിനെയും കൂട്ടി വരും. വൈഫിനോട് പറയും നമുക്ക് കൃപാസനത്തിൽ പോകാം. എന്താ? അപ്പോൾ വൈഫ് ചോദിക്കും, എന്തിനാ എന്തിനാ? അല്ല ഉടമ്പടി എടുക്കാൻ. അല്ല അത് ഞാൻ എടുത്തോളാം, നീ എടുക്കണ്ട നീ. അപ്പോൾ വൈഫ് ചോദിക്കും നിങ്ങളെടുക്കുക? അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടില്ല, ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന്. നിങ്ങളെടുക്കുക. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തീരുമാനം എടുക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ട് എന്താ ചെയ്യണമെന്നറിയാവോ? എടുത്തിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജെയ്സൺ പറയും എൻ്റെ ലൈഫ് രണ്ടായി മാറുകയാണ്. എന്താണ്? ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവും. ഞാൻ ആദ്യം ചെയ്തത് ഞായറാഴ്ച എൻ്റെ കട പൂട്ടിയെന്ന് പറഞ്ഞു. അതാണ് തീരുമാനം. അതായത് നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ ആവശ്യത്തിന് കാശ് കിട്ടുന്ന കടയാണ്. ഞായറാഴ്ച ഞാൻ എൻ്റെ കട അടച്ചു. അതിൽ നിന്ന് കിട്ടുന്ന പൊന്നാണെങ്കിലും വേണ്ടെന്ന് വച്ചു. അപ്പോൾ തന്നെ തീരുമാനം കറക്റ്റായില്ലേ? അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. എനിക്ക് ഞായറാഴ്ച നിൻ്റെ കുർബാനയും അതുപോലെ തന്നെ നിൻ്റെ ശുശ്രൂഷകളും മുടങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട, എനിക്ക് കിട്ടുന്ന സമ്പത്തിനേക്കാൾ വലുതാണ് നീ എന്നുള്ള രീതിയിൽ ദൈവത്തിനൊരു വിശ്വാസത്തിലെടുത്ത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ ലിവിങ് ബ്രെഡിൽ പറഞ്ഞിരുന്നു, ഡെയിലി ബ്രെഡിൽ എന്താണ് ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ്. ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുന്നതാണ് റിസ്ക്. മനസ്സിലായില്ലേ? ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. മനുഷ്യന്മാരുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ്. യോഹന്നാൻ 2:24 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരിൽ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ഇതാണ് കുഴപ്പം. ഈ കുഴപ്പം കിടക്കുന്ന കാലം നമ്മൾ തലകുത്തി മറിഞ്ഞാലും ദൈവം ഏക്കത്തില്ല. നമ്മൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ഇനി ഉമ്പ് കളിച്ച് ദൈവത്തിനടുത്ത് ചെന്നാലും ഉരുളി നേർച്ച നടന്നാലും പറയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ലെന്ന് പറയും. ഇതിൻ്റെ ദൈവവിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ജെയ്സൺ ഈ റിസ്കിൽ ആദ്യഘട്ടം വിജയിക്കുകയാണ്. എന്താണ്? കട പൂട്ടി. ഞായറാഴ്ചയും കടവുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ആ ലാഭം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റായി. ദൈവത്തെ നമ്മുടെ വിശ്വാസത്തിൽ എടുക്കുന്നതിലെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റായി. കാര്യം നമ്മൾ കോൺക്രീറ്റായിട്ട് ആ വിഷയത്തിലൊരു സ്റ്റെപ്പ് എടുത്തല്ല, ഡെഫിനിറ്റ് സ്റ്റെപ്പ് എന്ന് പറയും. കോൺക്രീറ്റ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റെപ്പ് ദൈവത്തെ വിശ്വസിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവിങ് ബ്രെഡ് നിങ്ങൾ കാണുന്നില്ലേ, എല്ലാ ദിവസവും ഉണ്ട്. അച്ഛൻ്റെ കൂടെ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാനുള്ളൊരു അവസരമാണത്. ആ ഡെയിലി ബ്രെഡ് അതാ ദിവസത്തുള്ള വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം ജെയ്സൺ തന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ രാത്രി കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ഇൻ്റർവ്യൂ ആണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്
അനുഗ്രഹ പ്രാർത്ഥന കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല. ഡൽഹിയിലാണ് ഇൻ്റർവ്യൂ, ഷെഫിൻ്റെ ഇൻ്റർവ്യൂ. അപ്പം അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുകയാണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല, ആ അനുഗ്രഹത്തിലാണ് ഞാൻ വന്നത്, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതം ഈ രീതിയിലാണ് ഇപ്പോൾ പോണതെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ജെയ്സൺ ഓൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ആശീർവാദം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ദൈവത്തോട് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിക്കണമെന്ന് പറയും. ഇതാണ് ദൈവമേഖല എന്ന് പറയണത്. കണ്ട, ദൈവത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറണം. കണ്ടില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജെയ്സൺ മുട്ട എന്നുണ്ട് ലിവിങ് ബ്രെഡ് കൂടുമ്പോഴാണ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ആശീർവദിക്കുന്നത്. ഇൻ്റർവ്യൂ പോകുന്ന എല്ലാവരും ആശീർവദിക്കുകയാണ്. അപ്പോൾ ജെയ്സൺ അതനുസരിച്ച് ഡൽഹി ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇൻ്റർവ്യൂ പോകുമ്പോൾ ജെയ്സൺ പറയണത്, ഞാൻ 1.5 മണിക്കൂർ കസറിയെന്ന്. അവർ ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ 12 പേര് ചികിത്സിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. അവരാരും എടുത്തില്ല. സംസാരിക്കാൻ പോലും 2-3 പ്രാവശ്യം സംസാരിച്ച് അവരെല്ലാം 5-6 പേര് ഇൻ്റർവ്യൂ ഇരിക്കും. ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ അല്ലേ. ആദ്യത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ ആൾക്കാർ ചുരുവിരാന്ന് ഇൻ്റർവ്യൂവിന് പോകണതും കാണാൻ, ഇറങ്ങി വരുന്നതും കാണാൻ, എല്ലാം റിജക്റ്റഡ് ആണ്. ഭയങ്കര ഷാർപ്പ് ഇൻ്റർവ്യൂ ആണ്. ഞാൻ ചെന്നതിന് ശേഷം എന്നോട് അവരൊന്നും പറഞ്ഞില്ല, എന്നോട് സംസാരിക്കാൻ അനുഭവിച്ചു. ഞാൻ 1/2 മണിക്കൂർ സംസാരിച്ചെന്ന്. ചോദിക്കുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞു. എന്നിട്ട് എല്ലാത്തിനും മറുപറയുകയും ചെയ്തും എല്ലാം കഴിഞ്ഞ പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന്. അപ്പോൾ ദൈവമേഖല ഒരു മനുഷ്യൻ്റെ ജീവിതം തീർന്നിട്ട് തിരിച്ചു വന്ന കണ്ടില്ലേ? തീർന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പം തീർന്നെന്ന് വിചാരിക്കുമ്പോൾ തീർന്നെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. അവസാനം എന്താ ഈശോ പറഞ്ഞത്? തീർന്നെന്ന് വിചാരിക്കുമ്പോൾ, തീർന്നെന്ന് കരുതുമ്പോൾ അത് തീർന്നതല്ല, ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ടിൻഡു സോജി. ഇതെൻ്റെ ഹസ്ബൻഡ് സോജി. ഇത് ഞങ്ങളുടെ മക്കൾ. ഞങ്ങൾ തുറവൂര് മരിയപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 25/7/2022 ഞാൻ ആദ്യം ഉടമ്പടിയുടെ 90 ദിവസം മാത്രമുള്ള സമയത്ത് ഉടമ്പടിയിലായിരുന്നു. അന്ന് ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. ആ സമയത്ത് അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ വിവാഹം നടക്കാനായിട്ട് ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാൻ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. ഞാൻ അതിനെപ്പറ്റി ആ നിയോഗം സഹായിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വിവാഹം 2018 നടന്നു. ആ വിവാഹം നടക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിലാണ്. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ, ഞാൻ ഈ മോളെ പ്രഗ്നൻ്റായി ആദ്യത്തെ സ്കാനിങ്ങിൽ, 1.5 മാസത്തെ സ്കാനിങ്ങിൽ എൻ്റെ റൈറ്റ് ഓവറിയിൽ 7 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള സിസ്റ്റ് ഉണ്ടെന്ന് അന്നാണ് അറിഞ്ഞത്. അതിന് മുമ്പ് വരെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം ആ സ്കാൻ ചെയ്ത സമയത്ത് ചോദിക്കുകയും ചെയ്ത്, അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ പ്രഗ്നൻ്റ് ആയെന്ന് ചോദിക്കുകയും ചെയ്ത്. ഒന്നും അറിയാണ്ടാണ് പ്രഗ്നൻ്റ് ആയത്. അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്, ഈ പ്രഗ്നൻസി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണോ ഇല്ലയെന്ന് അടുത്ത സ്കാനിങ്ങിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്, ആ പൊസിഷൻ ശരിയല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത സ്കാനിങ് 3-ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ ആ സിസ്റ്റ് 2.5 സെൻറ്റിമീറ്ററായി.
അപ്പം ഞാൻ ഈ ഫസ്റ്റ് സ്കാനിങ് നടന്ന സമയത്ത് ഞാൻ ഈ മാതാവിനെ വന്ന് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് വന്ന് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ നീ തന്ന കുഞ്ഞാണ്, എനിക്കിതിനെ വേണം, പിന്നെ പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ അമ്മയുടെ പേരിടും, എപ്പോഴാണോ എനിക്കൊരു പെൺകുഞ്ഞിനെ തരുന്ന അപ്പോഴായാലും ഞാൻ ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് പെൺകുഞ്ഞിന് അമ്മയുടെ പേരേ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു. 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ എൻ്റെ ഓവറിയിൽ ആ സിസ്റ്റ് ഇല്ല എന്ന് 2ാമത്തെ ഡോക്ടറും കൂടി വന്ന് കൺഫേം ആക്കി. പക്ഷേ ഞാൻ ആ പ്രഗ്നൻസി അറിഞ്ഞ നാൾ മുതൽ എൻ്റെ വയറിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കുരിശ് വരച്ച്, വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ കിടന്നത്. അങ്ങനെ 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ സിസ്റ്റ് ഇല്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത മാതാവ് തന്നു. അത് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് പോയി. പക്ഷേ പരീക്ഷണം തീർന്നില്ല. അടുത്ത മാസം 6ാം മാസം കഴിയാറായപ്പം വീണ്ടും എൻ്റെ നാവിലൊരു സിസ്റ്റ് രൂപപ്പെട്ടു. അതൊരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള നാവിനടിയിലാണ് സിസ്റ്റ് രൂപപ്പെട്ടത്. അതുമായിട്ട് ആ സിസ്റ്റ് വന്ന ദിവസം ഹസ്ബൻഡ് ഉടമ്പടി പുതുക്കാനായിട്ട് ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉച്ച കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടപ്പം അപ്പോൾ പറഞ്ഞു, സിസ്റ്റ് തീർന്നില്ലേ, അടുത്ത നാവിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദന തോന്നിയെങ്കിലും ഞങ്ങൾ 2 പേരും, എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടാനം സർജൻ്റെ അടുക്കലേക്കാണ് അന്ന് വൈകുന്നേരം വിട്ടത്. സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു, ഇപ്പോൾ 7ാം മാസം ആവാറായി, അപ്പോൾ അത് കാരണം നമുക്ക് നാളെ തന്നെ ഒരു ചെറിയ മൈനർ സർജറി ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അത് അവിടുത്തെ വണ്ടാനത്ത് വെച്ച് മൈനർ സർജറി ചെയ്ത് അത് ഓപ്പൺ ചെയ്തിട്ടു. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇത് നമുക്ക് തയ്ക്കൊന്നും ചെയ്യേണ്ട, കാരണം ഈ സിസ്റ്റിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും, അതാണ് നീ എപ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴോ വാഷ് ചെയ്യുമ്പോഴോ അതിൽ നിന്ന് വെള്ളം ഞെക്കി കളയണം. അത് നമുക്ക് എന്തെങ്കിലും ഇനി നിനക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് മെഡിസിൻ എടുക്കാനും പറ്റില്ല. ഇപ്പം തൽക്കാലത്തേക്കുള്ള മുറിവിനായിട്ടുള്ള ഒരു ഇത് മാത്രമേ തരുന്നുള്ളൂ, പക്ഷേ മുറിവ് ഉണങ്ങാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പ് പറഞ്ഞിരുന്നു. ഞാനപ്പം ഇവിടെ ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഈ മാതാവിനെ വന്ന് കണ്ടു. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് തന്ന ഡെലിവറി ഡേറ്റ് ജൂൺ 6 അതുവരെ എനിക്കൊരു യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവരുത്, അതിനുശേഷം എന്തു വന്നാലും ഞാൻ സഹിച്ചോളാം, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എനിക്ക് നന്നായിട്ടൊന്ന് കാണണം, അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കാരണം എനിക്ക് ഈ സിസ്റ്റ് വന്നിട്ട് പെയിനോ ഒന്നും ഉണ്ടായില്ല, സംസാരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ സിസ്റ്റ് രൂപപ്പെട്ട അന്ന് തൊട്ട് ഈ വയറിൽ കുരിശ് വരയ്ക്കുന്ന അതേ സമയം തന്നെ ഞാൻ നാവിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഡെലിവറി മംഗളകരമായിട്ട്, അത് ഞാൻ മാതാവിനടുത്ത് പ്രാർത്ഥിച്ചിരുന്നു, മെയ് മാസം എനിക്ക് കുഞ്ഞിനെ മതി, ജൂണിലേക്ക് കയറല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. മെയ് മാസം 26-ാം തീയതി എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഈ വായിലെ സിസ്റ്റ് എല്ലാ ദിവസവും നോർമലായിട്ട് വെള്ളം കളയാൻ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ജൂൺ 6-ാം തീയതി രാവിലെ ഞാൻ ഇതേപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ എൻ്റെ ആ മുറിവ് കൂടി നിൽക്കുകയാണ്. വെള്ളം ഞെക്കാനായിട്ടുള്ള ഒരു ചെറിയ പൊസിഷൻ പോലും ഇല്ലാതെ ആ ജൂൺ 6 മാതാവ് വാക്ക് പാലിച്ചു. ഇത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മാമോദിസ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ട് യാദൃശ്ചികമായിട്ട് ജോസഫ് അച്ഛനെ കാണാനായിട്ട് മാതാവ് ഇട തന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഞങ്ങളന്ന് വൈകുന്നേരം അച്ഛൻ്റെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പം അച്ഛൻ ഞങ്ങളുടെ 3 പേരുടെയും തലയിൽ കൈതൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു, ഇനിയൊരു അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കിട്ടാനുണ്ട്, അതും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ മറന്നുപോയി. ഇവൾക്ക് 8 മാസം പ്രായമാകാറായപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അത് കൊറോണയുടെ പീക്ക് ടൈം, നല്ല ടൈം വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ടൈമിനാണ്. ആ സമയത്തും ഈ 8 മാസം പ്രായമുള്ള കുഞ്ഞ് ആ ഒരിതും എല്ലാമായിട്ട് മാതാവ് ഒരു കുഴപ്പമോ വെച്ചാൽ ഡോക്ടറിനെ കാണാൻ പോകാനോ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും വെച്ചാൽ ആദ്യത്തെ പ്രഗ്നൻസിയിലുണ്ടായ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ എനിക്ക് എൻ്റെ 2ാമത്തെ കുഞ്ഞിനെയും കൂടി സുഖപ്രസവത്തോടുകൂടി ലഭിച്ചു, ആൺകുഞ്ഞിനെ ലഭിച്ചു. അങ്ങനെ മൂത്തവൾക്ക് ഐറിൻ മരിയ എന്നും ഇളയാൾക്ക് നോഹ ക്രിസ്റ്റി എന്നും പേര് നൽകി. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നു. കൊറോണ വന്നതിന് ശേഷം ഉടമ്പടി പുതുക്കാനായിട്ടൊന്നും സാധിച്ചില്ല. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ 2 പേരും കൂടി ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്
ഇവർക്ക് രണ്ടുപേർക്കും ഒരു അലർജി രോഗം പിടിപെട്ടു. ദേഹം മൊത്തം ചൊറിച്ചിൽ, അതായത് മുഖത്തിന് താഴെ നിന്ന് ഉള്ളംകാല് വരെ ചൊറിച്ചിൽ, ദേഹം പൊങ്ങുകയും ചെയ്യുന്നു. ഭയങ്കര കുഞ്ഞു പിള്ളേർ രാത്രി ഉറക്കമില്ലാണ്ട് കരച്ചിലാണ്. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങും, അല്ലാണ്ട് ഉറങ്ങുന്നില്ല. എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു കുറവുമില്ല. എത്രയോ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ച് ലാസ്റ്റ് ഈ കുഞ്ഞിൻ്റെ ദേഹത്തുനിന്ന് ചിരണ്ടി നമുക്ക് ടെസ്റ്റിന് അയക്കാമെന്ന് വരെ പറഞ്ഞു. ആ ചൊറിച്ചിൽ അതേപോലത്തെ ചൊറിച്ചില്ല, സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിൽ. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ലാസ്റ്റ് വെച്ച് പറഞ്ഞു, മാതാവേ, ഇനി ഞങ്ങളൊരു ഡോക്ടറിനെ കൂടി കാണാൻ പോവുക. നിൻ്റെ തൈലം, ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുക. എനിക്കിതിന് മറുപടി വേണം. ഈ 2 കുഞ്ഞുങ്ങളുടെ അലർജി അസുഖം മാറ്റി നീ തരണേന്ന് മാതാവിനെ വന്ന് കണ്ട് പറഞ്ഞിട്ടാണ് അടുത്ത ഡോക്ടറിനെ കാണാൻ പോയത്. പക്ഷേ ആ ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ആ ഡോക്ടർ എന്താണോ ഈ കുഞ്ഞുങ്ങളുടെ അസുഖത്തിന് കാരണമായ അലർജി എന്താണെന്നും ആ ഡോക്ടറിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതോടുകൂടി, അതുക്ക് മുമ്പ് വരെ ഞാൻ ഉടമ്പടി തൈലം തൂക്കാണ്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നത്. ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയ സമയത്ത് ഉടമ്പടി തൈലത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തോടു കൂടി പോയതിന് ശേഷമാണ് ഈ ഒരു ഇത് കിട്ടിയത്. അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മക്കൾ പൂർണ്ണ സൗഖ്യമുള്ളവരായിട്ട് മാറി 1.5 മാസം കൊണ്ട് തന്നെ. എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ഒരു ഡോക്ടറും ചിലപ്പോൾ ഇന്നത് കഴിക്കാൻ പാടില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ ആ മാതാവിൻ്റെ സംരക്ഷണം വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ആ ഡോക്ടറിൻ്റെ കൂടെ മാതാവിനെ നമ്മൾ കണ്ടുകൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞത് ഇനി യാതൊരുവിധ പ്രശ്നവുമില്ല, ഫുഡ് കഴിച്ചോളാനായിട്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ സൗഖ്യമുള്ളവരായിട്ട് നിൽക്കുന്നു. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന വീട് പുതിയതായിട്ട് പണിയാനായിട്ട് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചിരുന്നു. അത് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും ആ വീട് പണി നന്നായിട്ട്, അത് 8 മാസം കൊണ്ട് തന്നെ, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ പ്ലാൻ മാതാവിനെ കൊണ്ടുവന്ന് കാണിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മാതാവിൻ്റെ തിരുമണ്ണ് അവിടെ കൊണ്ടുപോയി ആ കല്ലിടുന്ന സമയത്ത് എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് ആ വീട് പണി തുടങ്ങിയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, പൈസയുടെ ബുദ്ധിമുട്ടോ ഒന്നും അറിയാണ്ട് മാതാവ് ആ വീട് പണി 8 മാസം കൊണ്ട് പൂർത്തിയാക്കി തന്നു. വീട് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ അമ്മയ്ക്കൊരു നന്നായിട്ട് വീണിരുന്നു റോഡിൽ. ആ വീഴ്ച കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഫ്രാക്ചർ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ശ്വാസകോശത്തിലൊരു ചെറിയ ചതവ് മാത്രമേ ഉണ്ടായുള്ളൂ. അത് കുറച്ച് ദിവസത്തെ റെസ്റ്റോട് കൂടി, അതായത് ആ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ചെന്ന് കണ്ട് നെഞ്ചിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തൂത്ത് കുരിശ് വരച്ചിരുന്നു. പക്ഷെ എൻ്റെ അമ്മ കുറച്ച് ദിവസത്തെ റെസ്റ്റോട് കൂടി ആ കയറി താമസത്തിൻ്റെ അന്ന് അമ്മ എല്ലാ കാര്യവും ഓടി നടന്ന് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ വിവാഹമാണ്. എൻ്റെ അനിയനും ഓൾറെഡി ഉടമ്പടിയിലാണ്. അവൻ ഒരു 4-5 വർഷമായിട്ട് ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് എല്ലാ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചത്. യാതൊരുവിധ അപകടങ്ങളോ വന്നവർക്കോ പോണവർക്കോ അവൻ്റെ കല്യാണമായിട്ട് റിലേറ്റ് ചെയ്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് യാതൊരുവിധ അപകടം ഉണ്ടാവരുതേ എന്ന് പറഞ്ഞാണ് ഞാൻ നിയോഗം വെച്ചിരുന്നത്. അവന് കല്യാണത്തിന് 5 ദിവസം മുമ്പ് NH ഹൈവേ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റ് അവൻ ഹൈവേ സൈഡിൽ നടുക്ക് തന്നെയാണ് വീണത്. പക്ഷേ അവൻ്റെ കൂടെ എപ്പോഴും ഉടമ്പടി കാശ് രൂപമുണ്ട്. ആ കാശ് രൂപത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവനിലുണ്ട്. അത് കാരണം മുഖത്ത് ചെറിയൊരു സ്ക്രാച്ച് അല്ലാതെ അവന് യാതൊരുവിധ അപകടവും ഒന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ ഞാൻ 5ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഇവിടെ ദിവ്യകാരുണ്യ ആരാധന ചാപ്പലിൽ വെച്ച് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. പിന്നെ ഞാൻ കൊന്തം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത്, കിടന്നുകൊണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് അറിയാണ്ട് ഞാൻ മയങ്ങുമല്ല, ബോധമുണ്ട്. ആ സമയത്ത് ഞാനൊരു ദർശനം കാണുകയാണ്. നമ്മൾ കാശ് രൂപത്തിൽ കാണുന്ന ആ മാതാവിൻ്റെ അത്രയും ഭാഗം, പിന്നെ തുടർന്ന് കാണുന്നത് എൻ്റെയും അത്രയും ഭാഗമാണ്. പക്ഷേ അതിൻ്റെ ദർശനത്തിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെയും മാതാവിനെയും കാണിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എപ്പോഴും മാതാവിനോട് ചോദിക്കും എന്താണ് ആ കണ്ടതിൻ്റെ അർത്ഥമെന്ന്. കുറേ നാളുകൾക്ക് ശേഷം മാതാവ് കാണിച്ചു തന്നു, ഞാനും നീയുമായി ചേർന്ന് എൻ്റെ മകനോട് ചേർന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടി ജീവിതം വിശ്വസ്തതാപൂർവം പൂർത്തിയാക്കാനുള്ള കൃപയ്ക്കാണ് നീ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളൊരു ഇത് പറഞ്ഞു വന്നു മാതാവ്. പിന്നെ ബൈബിൾ വായന നന്നായി
മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാരുണ്യ പ്രവൃത്തി ഞങ്ങളുടെ വീടിനടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞാൻ ചെന്ന് അവരെ കുളിപ്പിച്ച് കൊടുക്കുകയും അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ ഞങ്ങളടുത്ത് വന്ന ആരൊക്കെ സഹായത്തിനായിട്ട് പൈസയായിട്ടും ഞങ്ങളായിട്ടും ചെയ്തു കൊടുക്കേണ്ട സഹായത്തിന് ആരൊക്കെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുന്നിൽ വരുന്നോ അവരെ എല്ലാവരെയും അറിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇത്രയെല്ലാം തന്ന ഞങ്ങളുടെ മാതാവിന്, ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന മാതാവിന് 1000 നന്ദി. 2 ആഴ്ച കൂടിയുള്ള കുമ്പസാരം. എനിക്ക് ഇടക്ക് എല്ലാ ദിവസത്തുള്ള ദിവ്യബലിയിൽ പങ്കാളിത്തം കുറഞ്ഞു പോയ സമയമുണ്ട്. അത് ഞാൻ മാതാവിനോട് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. 2 ആഴ്ച കൂടിയുള്ള കുമ്പസാരത്തിലോ യാതൊന്നിലും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. ഇത്രയും നാളും ഞാൻ വന്ന് പറയാതിരുന്നതിന്, ഈ തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും സാക്ഷ്യം പറയാതിരുന്നതിന് മാതാവിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.